കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോയിലും നെള്ളും നിമിഷം. ഇത് ആരാധനയുടെ നിമിഷം. ദൈവസ്നേഹത്തോടെ ചേർന്ന് പാടാം. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കുക. ഈ പ്രാവശ്യത്തെ സാക്ഷ്യത്തിലെ 2 പ്രാർത്ഥനകളുണ്ട്. വളരെ മനോഹരമായ പ്രാർത്ഥന. ഭർത്താവും ഭാര്യയും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. 2 നോൺ ക്രിസ്ത്യൻസാണ്.
നിഷ ആലുവ, അവരുടെ ഹസ്ബൻഡുമാണ്. അപ്പോൾ എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ്. അതിൻ്റെ ഉള്ളടക്കം ഭയങ്കര പോഷിതമായിട്ടുള്ളതാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഒന്ന്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹസ്ബൻഡിന് വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ല. അതാണ് സംഭവം. അങ്ങനെയൊക്കെ ഒന്നിലും വിശ്വാസമില്ല. വൈഫിന് വിശ്വാസമുണ്ട്. അപ്പോൾ ഒരു ദിവസം അപ്പന് അസുഖം വന്നപ്പോൾ വൈഫ്, അവർ നേഴ്സാണ്, പ്രൊഫഷണൽ നേഴ്സാണ്, ഹസ്ബൻഡിനോട് പറഞ്ഞു, അപ്പൻ്റെ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ 84 വയസ്സുള്ള പ്രായമുള്ള ആളാണ്, രോഗിയാണ്. ഭയങ്കര ഈ സോറിയാസിസ് പോലെ മുതുക് മുഴുവനും ഇങ്ങനെ പഴുത്ത് അഴുകുകയാണ്. അപ്പോൾ എല്ലാവരും ബന്ധുക്കളൊക്കെ വന്ന് കണ്ടിട്ട് പറയണത് അപ്പം പെട്ടെന്ന് പോകും എന്നാണ് പറയണത്. എല്ലാവരും അങ്ങനെയാണ് പറയണത്, അപ്പം പെട്ടെന്ന് പോകും. അപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ വിളിച്ച് പറയും, എടി ഇനി മണിക്കൂറുകളേ ഉള്ളൂ, അപ്പം പെട്ടെന്ന് പോകും എന്നാണ് എല്ലാവരും പറയണമെന്ന് പറഞ്ഞു. അപ്പം നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടണില്ല, പരമസാണ്. വൈഫ് പെട്ടെന്ന് പറയണത്, നിഷ പെട്ടെന്ന് പറയണത്, നിങ്ങൾ ആ ഉടമ്പടി തൈലം എടുത്ത് അപ്പൻ്റെ മുതുകിൽ പെരട്ടാൻ പറയും. അപ്പം നേരത്തെ ഇതുപോലെ പറയുമ്പോൾ വൈഫ് പറയുമ്പോൾ ഈ ഹസ്ബൻഡ് പറയും, നീ ഒരു നേഴ്സല്ലേ, നീ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത്. ഇത് നിൻ്റെ പ്രൊഫഷനിൽ നീ സയൻറ്റിഫിക്കായിട്ട് ഹീലിംഗ് പഠിച്ചിട്ടുള്ള ആളാണ്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കണം എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം അവരുടെ വർത്തമാനത്തെ തടയും. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇപ്പോൾ ഈ അപ്പൻ്റെ വിഷയത്തിൽ മരുന്നിനൊന്നും ചെയ്യാനില്ല, അതാണ് വിഷയം. നമുക്കറിയാമല്ലോ, ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ടൈം കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. നിങ്ങൾ എത്ര അടുപ്പമുള്ളവരായാലും നമ്മളുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഇപ്പോൾ ഹസ്ബൻഡ് മനസ്സിലായി, ഒരു ഓപ്ഷനില്ല. നമ്മളെല്ലാവരും ഒരു ഓപ്ഷൻ ഇല്ലാത്ത, ഇനിയൊരു തിരഞ്ഞെടുപ്പ് സാധ്യമല്ലാത്ത, തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇലക്ഷനല്ലേ, നമ്മുടെ ജീവിതത്തിന് ഒരു പോകും വഴിക്ക് വേറൊരു മാർഗമില്ലാതെ വരുന്നൊരവസ്ഥ എല്ലാവരുടെ മുമ്പിലും. നമ്മളിത് അത് വരും എന്ന് ഉറപ്പാണ്. അത് എപ്പോൾ വരുമോ നമുക്കറിയത്തില്ല. എത്ര വലിയ മനുഷ്യരായാലും എത്ര കപ്പാസിറ്റി ഉള്ളവരായാലും ഒരു ഹവർ നമുക്ക് എല്ലാം നിസ്സഹായമായ ഒരവസ്ഥ. അപ്പൻ്റെ അവസ്ഥ ഇതാണ്. പണ്ട് നീ ഒരു നേഴ്സല്ലേ എന്ന് ചോദിച്ച ഹസ്ബൻഡ് ഇപ്പം ചോദിക്കണില്ല. അയാൾ ആ വിശ്വാസ പ്രമാണം നോക്കിയിട്ട് അത് നോക്കി ചെല്ലി അപ്പൻ്റെ മുതുകത്ത് ഉടമ്പടി തൈലം പുരട്ടിക്കൊടുക്കും. അപ്പോൾ പിറ്റേ ദിവസം അങ്ങനെ ഒരു സംഭവം ആ മുതുകത്തില്ലാത്ത രീതിയിൽ അപ്പൻ, അമ്മ, പരിശുദ്ധ അമ്മ ഹീലാക്കി കൊടുക്കും. അപ്പോഴേ അദ്ദേഹം അപ്പോൾ വിശ്വാസത്തിൽ വരും. വിഷയം അതല്ല, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ രീതിയാണ്. പിന്നീട് പെട്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ് അപ്പം കിടന്ന് ആൾക്കാർ പൊക്കി കോരിയെടുത്താൽ മാത്രമേ അപ്പനെ കൊണ്ടുപോയി എവിടെയെങ്കിലും കട്ടിൽ കിടത്താൻ പറ്റത്തുള്ളൂ. ആ അപ്പൻ നടന്ന ആംബുലൻസിൽ കയറി. പക്ഷേ ഡോക്ടർ പറഞ്ഞ് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു. ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണ് ഒരു കഷണം. അത് ഉള്ളിലാണ്. അത് ഇത് രോഗമല്ല, മാതാവ് സുഖപ്പെടുത്തിയ രോഗമല്ല, വേറെ രോഗം അപ്പനുണ്ട്. അത് ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതോടുകൂടി ഈ മനുഷ്യൻ വിറച്ചുപോയി. ഈ മനുഷ്യൻ നേരെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഇവിടെ നിന്നേച്ച്, നിങ്ങൾക്കറിയാമല്ലോ കുറേ പേര് അങ്ങനെ കുറേ മനുഷ്യരുണ്ട്. രാവിലെ ഇങ്ങോട്ട് വരും, മാതാവിനെ നോക്കിക്കൊണ്ട് മണിക്കൂറോളം നിൽക്കും. അപ്പോൾ ഈ മനുഷ്യൻ ഇവിടെ വന്നിച്ച് മാതാവിനോട് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതാണ് എൻ്റെ പോയിൻ്റ്. മനുഷ്യൻ, അമ്മേ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാൻ നേരത്താണ് ഇപ്പം അപ്പന് ഈ രോഗം വന്നത്. അപ്പം ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ ഇത് സുഖപ്പെടുത്തിയേ മതിയാകത്തുള്ളെന്ന് പറയും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാർക്കശ്യം പോലെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഈ സമയത്ത് മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. അതായത് അപ്പോൾ കുറച്ച് ടോൺ മാറി. എന്താണ്, അവരെല്ലാം ഒരുക്കി പോകാൻ നേരത്തിലാണ് അപ്പന് ക്യാൻസർ ആണെന്ന് പറയണത്. അപ്പോൾ ആ മനുഷ്യൻ നേരെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. എന്താണ് പറയണത്, ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ആ ഒരു കണ്ടൻറ്റ് വയസ്സ് കണ്ട എന്താണ് പറഞ്ഞത്, അയാൾ എന്താ പറഞ്ഞത്, മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. നമ്മൾക്ക് ഇത്രയും ഇൻറ്റിമേറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയണം. ഇതൊരു ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി ഉള്ളവർക്ക്, അമിതമായ വിശ്വാസമുള്ളവർക്ക് വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. വല്ലതും പ്രാർത്ഥിച്ചാൽ മതി. ആ പ്രാർത്ഥന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇനി ഇദ്ദേഹത്തിൻ്റെ വൈഫ് നിഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്ന് പറയണത്, ഇവൾക്ക് സൗദി നേഴ്സാണ്. സൗദിയിൽ നിന്ന് ട്രാൻസ്ഫറായി വേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആൾ സ്വയം ടെർമിനേറ്റ് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ വിസ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര സ്ലോയാണ്. പല തരത്തിലുള്ള ഓരോ ഏടാകൂടങ്ങൾ വരികയാണ്. പക്ഷേ എന്നിട്ടും മാതാവ് ഈ നിഷയുടെ ഉടമ്പടി ഹോണർ ചെയ്തിട്ട് ഇവളെ പറയും, നിഷ പറയുന്നുണ്ട് ആ സാക്ഷ്യത്തിൽ, എനിക്ക് മനസ്സിലാവണില്ല, ആരോ എൻ്റെ കൂടെ നിന്ന് ഓരോ ഫയലും നീക്കണ പോലെ എനിക്ക് തോന്നണുണ്ടെന്ന്. അതിപ്പോൾ ഈ നിഷയുടെ മാത്രം ഹസ്ബൻഡല്ല, എക്സ്പീരിയൻസ് അല്ല. ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും ആൾക്കാർ ഇത് പറയുന്നുണ്ട്, ആരോ എൻ്റെ കൂടെ ഉണ്ട്. ഉടമ്പടി എടുത്തപ്പോൾ മുതൽ തോന്നി ആരോ എൻ്റെ കൂടെയുണ്ട്. പ്രസൻസാണത്. ഈ പ്രസൻസ് സെൻസ് ചെയ്യുന്ന ആൾക്കാർ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിശുദ്ധിയോടെ ജീവിക്കണം. ചുമ്മാ ഞാൻ പറയണ പോലെ പോലും കെയർലെസ് വർത്തമാനങ്ങൾ പറയരുത്. ഞാനിങ്ങനെ കെയർലെസ് വർത്തമാനങ്ങൾ പറയില്ല. ചില സമയത്ത് നാടൻ വർത്തമാനങ്ങൾ പറയത്തില്ലേ. അപ്പം അത് എൻ്റെ മനസ്സ് ഈശോയ്ക്ക് അറിയാവുന്ന കാരണം എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ നാടൻ വർത്തമാനം കയറി പറയരുത്. കാര്യം നിങ്ങളത് പറയാത്ത ആൾക്കാരാണ്. എന്നുവെച്ചാൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പോ അതല്ലെങ്കിൽ വൈരാഗ്യമോ ഈർച്ചയോ നിരാശമോ അല്ലെങ്കിൽ നിരാശയോ ഒന്നും ഉണ്ടാകരുത്. എനിക്കതൊന്നും ഇല്ലാതെയാണ് ഞാൻ അത് പറയണത്. ആ നെഗറ്റീവ് ഫീലിങ്സ് ഇല്ലാതെയാണ് അത് അതുകൊണ്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ വിശുദ്ധി പാലിക്കുന്നതിൻ്റെ കാരണങ്ങളൊന്ന് ഈ പ്രസൻസാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ. അത് പ്രോമിസിലുള്ളതല്ലേ. ആ പ്രോമിസ് ദൈവം പാലിക്കും. അപ്പം ഞാനെന്താ നിങ്ങളോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പ്രസൻസ് ഉള്ളത് കാരണം കെയർലെസ്സായിട്ട് പോകരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. അതാണ് നിഷ പറയണത്. എൻ്റെ ഓരോ ഫയലും കൂട്ടുകാർക്ക് ആർക്കും വരണില്ല. കൂട്ടുകാരുടെ ആരുടെ ഫയൽ ഇപ്പം തന്നെ നിഷ കഴിഞ്ഞ ദിവസം ആദർശിൻ്റെ സാക്ഷ്യം അത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. 22 വയസ്സ് പയ്യൻസിനേ ഉള്ളൂ, പക്ഷേ സൂപ്പർ സാക്ഷ്യം. അത് അവൻ പറഞ്ഞു, ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും പങ്കെടുക്കത്തില്ല, പള്ളിയിലൊന്നും പോകത്തില്ല, പോയാൽ തന്നെ അവസാനമേ കുർബാന എല്ലാം തീരാൻ നേരത്തെ ചെല്ലത്തുള്ളൂ. കുർബാന എല്ലാം നേരെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കത്തില്ല. കുടുംബ പ്രാർത്ഥന സമയമാകുമ്പോൾ ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിച്ചൊക്കെ ഇരിക്കും. എന്നിട്ട് കുർബാന ഭക്ഷണ സമയത്ത് വരത്തുള്ളൂ. അങ്ങനെ എൻ്റെ ഒരു കെയർലെസ് ലൈഫായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ആരും എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നിയെന്ന്. അതാണ് ഇത് പ്രസൻസാണ്. ആരോ എൻ്റെ കൂടെ ഉള്ളത്. എന്നിട്ട് ഈ കൂട്ടുകാരുടെ എല്ലാം ഫയൽസൊന്നും ഓപ്പൺ ആകാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് ബ്ലോക്കാകുമ്പോഴും ഇവൻ്റെ പ്രൊസീഡിങ്സ് കറക്റ്റ് ചെയ്ത് പോകും. എക്സാമിന് ചെല്ലുമ്പോൾ രസമുണ്ട്. എക്സാം ചെല്ലുമ്പോൾ ഈ ജർമ്മൻ എക്സാമാണ്. ജർമ്മൻ എക്സാം പകുതി പറഞ്ഞപ്പോൾ തന്നെ വൈവ സ്പീക്കിങ്ങിന് പകുതി പറഞ്ഞപ്പോൾ തന്നെ എക്സാം ചെയ്യുന്ന ആൾ പറഞ്ഞ് എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്താ കാര്യം, എനിക്കൊരു കുന്തം അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എഴുതി വെച്ചാൽ അയാൾ നോക്കണമില്ല. അതായത് എഴുതിയ ആളിൻ്റെ എൻ്റെ അടുത്തിരുന്ന് എഴുതിയ ആളിൻ്റെ കണ്ടീഷനുമാണ്. ഓരോ ഇൻഡാസവനതേ എൻ്റെ അടുത്തിരുന്ന് എഴുതിയ ആളിൻ്റെ കണ്ടീഷനുമായത് കാരണം അവൻ്റെ അടുത്തിരുന്ന ഞാൻ എഴുതിയത്. അതുകൊണ്ട് എൻ്റെ പേപ്പറിനും നോക്കിയില്ല, വൈറസ് കയറുമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ പേപ്പറും നോക്കിയില്ല. അപ്പോൾ ഞാനിവിടുത്തെ എൻ്റെ വൈവയും പോയി, എൻ്റെ റൈറ്റിങ്ങും പോയി. ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ്. പക്ഷേ രാത്രിയായപ്പോൾ മെസ്സേജ് വന്നു, നീ പാസ്സായെന്ന്.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളെ വല്ലാതെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഉടമ്പടി പോണത്. അപ്പോൾ ഈ 22 വയസ്സുകാരൻ, പള്ളി കയറാത്തവൻ, കുടുംബപ്രാർത്ഥനയ്ക്ക് ഇറങ്ങിപ്പോകുന്നവൻ, എങ്ങനെയാണ് ദൈവം അവൻ്റെ ഒരു വിഷയത്തിൽ ഇടപെടണത്? എന്നിട്ട് ഇപ്പോൾ അവൻ പറയാണ്, ഞാൻ എൻ്റെ ഉടമ്പടിയല്ല എൻ്റെ ജീവിത പ്രശ്നമല്ല പ്രശ്നം, ഏറ്റവും വലുത് ഉടമ്പടി എന്നെ ദൈവത്തോട് അടുപ്പിച്ചെന്നാണ് പറയണം. ഉടമ്പടി എന്നെ ദൈവത്തോട് അടുപ്പിച്ചു. ഞാൻ എന്താ ഇപ്പം നിങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചുകൂടി ദൈവത്തോട് അടുക്കണം. കാര്യം ഉടമ്പടിയുടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജീവിത പ്രശ്നമാണെങ്കിൽ അത് പ്രശ്നത്തെ ബേസ് ചെയ്താണ് ഉടമ്പടിയിൽ നിങ്ങൾ ചരിക്കണമെങ്കിൽ അത് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു നിർദ്ദേശം, ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോൾ മനുഷ്യനെ ഉടമ്പടി എടുക്കുമെന്നാണ്. ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായ? ഇത് വളരെ സീരിയസ് വിഷയമാണ്. ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത്. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ പിന്നെ ഇതിനെ ഉടമ്പടി എടുക്കണേ എന്ന് ചോദിക്കൂ. പ്രശ്നമുള്ളവരൊക്കെ അപ്പോൾ എടുക്ക്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലെന്ന് പറയും. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രശ്നവും ഇല്ലാത്തവരാണ് ഉടമ്പടി എടുക്കേണ്ടത് ആദ്യം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പം നിഷ എന്താണ് അമ്മയോട് പറയണത്? അമ്മേ, നിഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? അമ്മേ, എന്നെ നീ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണ്, ഐ നോ ഇറ്റ്. ഇപ്പം ഞാൻ തകർന്നിരിക്കുകയാണ്, എൻ്റെ റിജക്റ്റാകാൻ പോകുന്നു, പണവും എൻ്റെ കയ്യിലില്ല, എന്നെ അവിടെ എത്തിക്കേണ്ട ചുമതല നിൻ്റെതാണ്. ഓ, എന്നാ രസമുള്ള പ്രാർത്ഥനയാണ്. എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണ്, പക്ഷെ ഞാനിപ്പോൾ ഫ്ലോപ്പിലാണ്. ഇനി എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണെങ്കിൽ എന്നെ എത്തേണ്ടടുത്ത് എത്തിക്കേണ്ട ചുമതല നിൻ്റെതാണ്. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ കൃപയാകണമേ. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് കൈയടിച്ചുകൊണ്ട്, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഈ പ്രാർത്ഥനയെല്ലാം വരുന്ന ഒരു ഇൻറ്റിമസി ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രാർത്ഥനയുടെ ഇന്ധനം അല്ലെങ്കിൽ ടെഷർ എന്ന് പറയുന്നത്. ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ ആത്മബന്ധം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ആ ഉടമ്പടിയുടെ ലക്ഷ്യം പ്രശ്നത്തെ പരിഹരിക്കുകയല്ല. അത് പ്രശ്നത്തെ ഈസിയായിട്ട് പരിഹരിക്കും, അതല്ല പ്രശ്നം. മുഖ്യ ലക്ഷ്യം, ഉടമ്പടിയുടെ ലക്ഷ്യം, ഇറ്റ് ഈസ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. നീ നിൻ്റെ ദൈവവും തമ്മിൽ ജീവിതത്തിൽ ഒരു കാഷ്വൽ റിലേഷനല്ല, വിശ്വാസ സംബന്ധമായ ഒരു റിലേഷൻസ് അല്ല ഉള്ളത്. ഒരു പെർട്ടിക്കുലർ ആൻഡ് പേഴ്സണൽ റിലേഷനാണ് ഉടമ്പടിയിൽ. ഒരു വിശിഷ്യ പെർട്ടിക്കുലറായിട്ടുള്ള വ്യക്തിപരമായ പേഴ്സണലായിട്ടുള്ള റിലേഷൻ്റെ ഏറ്റവും ഇന്ന് നിലവിലുള്ള നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ പോംവഴിയാണ് ഉടമ്പടി. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, മരിയൻ ഉടമ്പടി എന്നുള്ള മഹാദൈവാനുഭവത്തിന്റെ പുതിയ വാതിൽ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ മറിയത്തിലൂടെ തുറന്നു വെച്ച പരിശുദ്ധാത്മാവേ, ഉടമ്പടി എടുത്തവരെയും എടുക്കാൻ പോകുന്നവരെയും ഈ നിമിഷം അനുഗ്രഹിക്കണമേ. അപ്പാ, സ്വർഗീയ പിതാവേ, പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു
നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. എത്ര നല്ല ദൈവത്തോട് സന്തോഷത്തിൽ പാടുക. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. എൻ്റെ മക്കളെ, രോഗമുള്ളവരെ, ഇവിടെ തീർത്ഥാടനത്തിൽ നിൽക്കുന്നവർ, മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും ഓൺലൈനിൽ മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. അച്ഛൻ കൈവർത്തി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ ഈശോയെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അമ്മ മധ്യസ്ഥം വഹിക്കുകയും വിശുദ്ധ രക്തസാക്ഷികളെ അതിനെ സന്ധിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ സന്തോഷത്തോടെ. ഇപ്പോഴും അടിപ്പണ്ട പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി നിങ്ങളേക്ക് ആവശ്യിക്കുന്ന സമയമാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഓരോ കോശങ്ങളില്, ഓരോ ക്ലേശങ്ങളില്, ഓരോ സന്ധിബന്ധങ്ങളില്, മാംസപേശികളില്, രക്തഞരമ്പുകളില്, ശരീരകോശങ്ങളില്, രക്തധമനികളില്, യേശു ആന്തരിക അവയവങ്ങളില് യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാർഗരോഗങ്ങള് മാറിപ്പോകട്ടെ. ആരാധന. യേശുവേ, ഞങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് അൾത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ രോഗികളായി കിടപ്പിലായി പോയവര്, അവരെ അടിപ്പിട പോലെ വൈദാഘാതം ദൈവികമായ ശക്തി അവരിലേക്ക് ആവസിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന മക്കളില്ലാത്തവര്, ഗർഭനാളികൾ ശ്വസിച്ചു പോയവരെ, ഗർഭമുണ്ടായിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞവര്, ബീജത്തിന് ഓട്ടമില്ലാത്തവര്, കൗണ്ടില്ലാത്തവര്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിഷജന്തുക്കളെ കുത്തുകയോ ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ, രക്തത്തിൽ വിഷം കയറിയതിൻ്റെ പേരിൽ രോഗങ്ങൾ വിട്ടുമാറാത്തവർ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവരുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വാരിപ്പറ്റുകൾ ശോഷിക്കുന്നവരെ, അസ്ഥി ശോഷിക്കുന്നവരെ, അസ്ഥി ഉരുക്കമുള്ളവരെ, PCOD രോഗികൾ, അതുപോലെ RSS രോഗികൾ, കുടൽ രോഗികൾ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച സമയമാണ്. കരൾ രോഗികൾ, ശ്വാസകോശ രോഗികൾ, കിഡ്നി രോഗികൾ, അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ, ബ്രെയിൻ അസുഖമുള്ളവർ, ഹൃദയത്തിൻ്റെ രോഗമുള്ളവർ, വെരിക്കോസിൻ്റെ അസുഖമുള്ളവർ, എല്ലാവരെയും സ്തുതിക്കട്ടെ. ലേലിയ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു കർത്താവേ. നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുക കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവേ. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാരകരോഗങ്ങൾ, തീരാവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യം നൽകണമേ, എന്നിൽ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ തന്നെ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ്റെ വിഷയം പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരെ ഇപ്പോൾ ആ വിഷയം നേരിട്ട് ഈ ദിവ്യകാരുണ്യ തിരുസേനയിൽ സമർപ്പിക്കുക. ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ആശീർവാദം ലഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ദിവ്യകൃപാനയുടെ ആശീർവാദം ലഭിക്കും. 2 മിനിറ്റ് നിങ്ങളെ അച്ഛൻ ഓർക്കാത്ത കാര്യങ്ങൾ, പറയാത്ത വിഷയങ്ങളുടെ മേലെ നിങ്ങൾ ഓർത്ത് ഇപ്പോഴ് ഓൺലൈനിലായാലും ഇവിടെ ആയാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് ഈശോയ്ക്ക് സമർപ്പിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവിനെ നിർബന്ധിച്ച് കൈപിടിച്ച് കൂടെ നിർത്തി വിശ്വാസാനുഭവത്തിലേക്കും സാക്ഷ്യാനുഭവത്തിലേക്കും ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,